എല്ലാവർക്കും സൈബർ ഷെർലോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിഷിംഗ് അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ സൈബർ ക്രൈംസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഡൊമൈനിലാണ്. അതുകൂടാതെ തന്നെ ഈ സ്കാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ് ഈ ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇതൊരു ഫിഷിംഗ് ഇമെയിലാണ്. എനിക്ക് തോന്നുന്നു ഇത് കിട്ടിയത് എനിക്ക് കഴിഞ്ഞ വർഷമാണ്. അതായത് ഇത് ഗീക്ക് സ്ക്വാഡിൻ്റെ അവകാശപ്പെടുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ഒരു ഫിഷിംഗ് ഇമെയിൽ. കുറച്ച് എന്താ പറയുക, ഒരു ക്രിട്ടിക്കൽ നേച്ചറായിരുന്നു. പ്ലസ് ഇതിൻ്റെ കൂടെ എന്താ പറയുക, ഡോക്യുമെൻ്റ് ഫാബ്രിക്കേഷനും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വന്നിരിക്കുന്നത് ഒരു അൺനോൺ സെൻറ്ററിൽ നിന്നാണ്. അതായത് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പം അതുകൂടാതെ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പി ഡി എഫിൽ ക്ലിയറായിട്ട് എൻ്റെ ഇമെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൊരു ക്രിട്ടിക്കൽ നേച്ചർ ആയിരുന്നു. അതായത് ഇത്ര എമൗണ്ട് ഡെബിറ്റ് ആയിട്ടുണ്ട്, അപ്പം ലൈക്ക് കോണ്ടാക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു അർജൻസി അല്ലെങ്കിൽ ഒരു എമർജൻസി അലർട്ട് രൂപത്തിലുള്ളതായിരുന്നു ഈ ഒരു ഫിഷിംഗ് ഇമെയിൽ. അപ്പം ഇങ്ങനത്തെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക ഇൻ കേസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ ഇമെയിലുകൾ. പിന്നെ നമുക്ക് ഈ ഒരു ഇമെയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ഫിഷിംഗ് ഇമെയിലാണെന്ന് പറഞ്ഞ്. പിന്നെ നമുക്ക് ഈ ഇമെയിലിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എന്താ പറയുക, ഷോ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഇമെയിലിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്പാം കാറ്റഗറിയിൽ നമുക്കിതിനെ റിപ്പോർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഉള്ള ഇമെയിലുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇമെയിൽ ഫിഷിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പം നമുക്ക് എന്താണ് ഫിഷിംഗ് എന്നും അതിൻ്റെ സബ് കാറ്റഗറീസും എന്താണെന്നുള്ളതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അറ്റാക്കാണ്. അതായത് ഒരു അപരിചിതരായിട്ടുള്ള ആൾക്കാർ നമ്മളോട് അടുക്കുക, എന്നിട്ട് നമ്മളോട് സൗഹൃദം സൃഷ്ടിച്ചതിന് ശേഷം നമ്മുടേതായിട്ടുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ടാർഗറ്റഡ് ആയിട്ടുള്ള സൈബർ അറ്റാക്ക് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫിഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന രണ്ട് സബ് കാറ്റഗറീസാണ് വിഷിംഗ് ആൻഡ് സ്മിഷിംഗ് എന്ന് പറയുന്നത്. വിഷിംഗ് എന്ന് പറയുമ്പം ഒരു ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തിട്ടായിരിക്കും ഒരു സ്കാമിങ് നടത്തുന്ന ആൾ നമ്മളെ വിളിക്കുന്നുണ്ടാവുക. ചിലപ്പം അത് OTPക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജ് കോഡിനോ മറ്റോ ആയിരിക്കും അവർ വിളിക്കുന്നുണ്ടാവുക. അപ്പം ഇതും ഒരു ഫിഷിങ്ങിന് സമാനമായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ്. പിന്നെ സ്മിഷിംഗ് എന്ന് പറയുമ്പം ഈ സ്കാമേഴ്സ് നമുക്ക് മെസ്സേജ് മുഖേനയായിരിക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ആ ഒരു മെസ്സേജിൽ എന്തെങ്കിലും ഒരു ഡീവിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള വല്ല വെബ്സൈറ്റ് ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രിട്ടിക്കൽ നേച്ചർ കാണിക്കുന്ന തരത്തിലുള്ള വല്ല മെസ്സേജോ മറ്റോ ആയിരിക്കും ഈ സ്കാമേഴ്സ് അയക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു ലിങ്കിലോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തു പോവുകയും ചെയ്യും. അത് പിന്നെ ഇത്തരത്തിലുള്ള അറ്റാക്കിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പതിവ്. അപ്പം ഇതിലേക്കുള്ള ഒരു ബെറ്ററായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സീറോ ട്രസ്റ്റ് അപ്രോച്ച് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നെവർ ട്രസ്റ്റ് ബട്ട് വെരിഫൈ. അതായത് അമിതമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കല്, ബട്ട് വെരിഫൈ ചെയ്ത് എൻഷുർ ചെയ്തതിന് മാത്രം നമ്മളൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. പിന്നെ എളുപ്പമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു എന്താ പറയുക ബ്ലോക്ക് ഡയഗ്രാം പോലെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇതേപോലെ ഒരു ഫിഷിംഗ് ഇമെയിൽ അല്ലെങ്കിൽ സന്ദേശങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യുക. ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യുക. ഇനി പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.